ഒറ്റ നികുതിയിലേക്ക്. ശനിയാഴ്ച മുതൽ GST പ്രാബല്യത്തിൽ വരും. അവശ്യ സാധനങ്ങൾക്ക് വില കുറയുമെന്ന് സൂചന. പ്രധാന വാർത്തകൾ. രാജ്യമെങ്ങും GST എന്ന ഒറ്റ നികുതി ഘടന ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അവശ്യ സാധനങ്ങൾക്ക് വില കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. മുസോഡിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു. തീരദേശവാസി ബിഫാത്തിമയുടെ വീട് പൂർണ്ണമായും തകർന്നു. കുടുംബത്തിന് താൽക്കാലിക ആശ്വാസമായി മുസോഡി സ്കൂൾ. വികസന പാതയിലുള്ള കാസർഗോട്ട് രാജധാനി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ നിവേദനം. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനുമാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിവേദനം നൽകിയത്. ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 21ാമത് സ്കോളർഷിപ്പ് വിതരണവും വാർഷികവും സംഘടിപ്പിച്ചു. കാസർഗോഡ് നടന്ന പരിപാടി ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെ CITU സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കുമെന്ന് കാസർഗോഡ് ഏരിയ കൺവെൻഷൻ. പുതിയ ബസ് സ്റ്റാൻഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന കൺവെൻഷനിലാണ് തീരുമാനം. ജനപക്ഷ ജലവിതരണ പരിപാടിയുമായി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ. M. ദാസൻ ദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. രാജ്യമെങ്ങും GST എന്ന ഒറ്റ നികുതി ഘടന ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. GST നിലവിൽ വരുന്നതോടെ അവശ്യ സാധനങ്ങൾക്ക് വില കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു. അതേസമയം GST ചെറുകിട വ്യാപാരികൾക്കും സംരംഭകർക്കും തിരിച്ചടിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ജില്ലയിൽ വാണിജ്യ വകുപ്പ് വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് C. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് വാണിജ്യ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണർ C. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ GST വരുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പഴയ അരിയേഴ്സ് എല്ലാം പല പുതിയ സ്കീമുകളായിട്ട് ആംനിസ്റ്റി സ്കീം നിലവിൽ വരുന്നുണ്ട്. അതിലും എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും അരിയേഴ്സുള്ള എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും ആ ഒരു പ്രയോജനം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. GST സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത പരിപാടിയിൽ രമേശൻ കോളിക്കര, A. കൃഷ്ണൻ നായർ, ജോസ് തയ്യിൽ, പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപ്പള മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുസോഡി കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമാകുന്നു. തീരദേശത്തെ പരേതനായ അബ്ദുള്ളയുടെ ഭാര്യ ബിഫാത്തിമയുടെ വീട് പൂർണ്ണമായും തകർന്നു. സ്ഥലത്തെ വില്ലേജ് ഓഫീസറും സ്കൂൾ ഹെഡ്മാസ്റ്ററും കുടുംബത്തെ മുസോഡി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഉപ്പള മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുസോഡി കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് തീരദേശത്തെ വീട് പൂർണ്ണമായും തകർന്നു. പരേതനായ അബ്ദുള്ളയുടെ ഭാര്യ ബിഫാത്തിമയുടെ വീടാണ് തകർന്നത്. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറും മുസോഡി സ്കൂൾ ഹെഡ്മാസ്റ്ററും ചേർന്ന് കുടുംബത്തെ മുസോഡി സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശം MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചു. മുസോഡിയെ കൂടാതെ തൊട്ടടുത്ത ഹനുമാൻ നഗർ, ശാരദാ നഗർ പ്രദേശങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. ശാരദാ നഗറിലെ ശകുന്തള ശാലിയാൻ, സുനന്ദ ശാലിയാൻ, പത്മാവതി ബംഗേര, യശോദ തുടങ്ങിയവരുടെ വീടുകളും അപകട ഭീഷണിയിലാണ്. പ്രദേശത്തെ വ്യാപക മണൽക്കടത്താണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാജധാനി എക്സ്പ്രസിന് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിനും റെയിൽവേ ബോർഡ് ചെയർമാനും നിവേദനം നൽകി. കേരളത്തിലെ അതിവേഗം വളരുന്നതും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒന്നുമായ കാസർഗോഡിനെ പരിഗണിച്ച് അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് മന്ത്രി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം സെൻട്രൽ മുതൽ നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ് ട്രെയിനിന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും സ്റ്റോപ്പുള്ളപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് സ്റ്റോപ്പില്ലാത്തത്. കാസർഗോട്ടെ ജനങ്ങൾക്ക് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് എത്തിച്ചേരാൻ ഏറെ പ്രയോജനകരമായ ട്രെയിനാണ് രാജധാനി. സ്റ്റോപ്പില്ലാത്തതിനാൽ ഇത് ഉപയോഗപ്പെടുത്താനാവുന്നില്ല. ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രസിദ്ധമായ കേരളത്തിലെ വടക്കേ അറ്റത്തെ ജില്ലയിൽ രാജധാനിക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കേരളത്തിലെ അതിവേഗം വളരുന്നതും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് കാസർഗോഡ് ജില്ല. ഇവയൊക്കെ പരിഗണിച്ച് സ്റ്റോപ്പ് അനുവദിക്കാനുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്ന് മന്ത്രി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCN.
ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 21ാം വാർഷികവും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ ജീവകാരുണ്യ പ്രവർത്തകൻ ജോസഫ് ചാണ്ടിയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. കാസർഗോഡ് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 21 വർഷമായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന ജോസഫ് ചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 21ാം വാർഷികവും സ്കോളർഷിപ്പ് വിതരണവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് രൂപ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന കോടീശ്വരനായ ശ്രീ ജോസഫ് ചാണ്ടി എത്ര എളിമയുള്ള അല്ലെങ്കിൽ ലാളിത്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാസർഗോഡ് AEO നന്ദികേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MR ഗോപാലകൃഷ്ണൻ, PT ബെന്നി, റാഷിദ് പൂരണം, K മധു, സരോജിനി, PV കുരുവിള തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കുമെന്ന് കാസർഗോഡ് ഏരിയ കൺവെൻഷൻ. പുതിയ ബസ് സ്റ്റാൻഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ VC മാധവന്റെ അധ്യക്ഷതയിൽ CITU ജില്ലാ സെക്രട്ടറി കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ, ഒരു ദിവസത്തേക്ക് 120 രൂപ കൂലി, 12,000 രൂപ ഒരു വർഷത്തെ വരുമാനം നാമമാത്രമായിട്ടുണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നേരത്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്ക് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചു. ഇപ്പം മോഡി ഗവൺമെന്റ് വന്നതോടുകൂടി അത് എല്ലാ ജില്ലകളിലും നടപ്പിലാക്കേണ്ടതില്ല, വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ മാത്രം നടപ്പിലാക്കിയാൽ മതി എന്ന രീതിയിൽ പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് വരികയാണ്. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആ തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്ന് മാത്രമല്ല, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ക്ഷേമനിധിയിൽ അവരെ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് ഒഴിവാക്കാൻ വേണ്ടി പോവാം. ഇതും നമ്മൾ ഈ ദേശീയ പ്രക്ഷോഭത്തിൽ പ്രധാനമായി ഉന്നയിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കാൻ കൺവെൻഷനിൽ തീരുമാനമായി. യോഗത്തിൽ M രാമൻ, K ഭാസ്കരൻ, P ജാനകി തുടങ്ങി യൂണിയനിൽപ്പെട്ട നിരവധി പ്രവർത്തകർ സംബന്ധിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷ ജലവിതരണം സംഘടിപ്പിച്ചു. M ദാസൻ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് M ദാസൻ അനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജനപക്ഷ ജലവിതരണം വിദ്യാനഗർ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, നമ്മുടെ സർക്കാർ മേഖലയിലെ പുതിയ ആരോഗ്യ സംവിധാനത്തെ സംരക്ഷിക്കാനും അതിനെ മെച്ചപ്പെടുത്താനുമുള്ള ആഗ്രഹം, ഈ 3 പദ്ധതികളോടൊപ്പം അതിനേക്കാളും പ്രാധാന്യത്തോടെയും അതേ പ്രാധാന്യത്തോടെയും ഒരു കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് ഹരിത കേരളം എന്നുള്ള പദ്ധതി. ജില്ലാ പ്രസിഡന്റ് K വിനോദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ K വിജയപാൽ വിഷയാവതരണം നടത്തി. K രാധാകൃഷ്ണൻ, K വിജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രീൻ ഹൗസ് ബൈത്തുറഹ്മ താക്കോൽ ദാനം ജൂലൈ 2-ന് കുമ്പള ഉളുവാറിൽ സംഘടിപ്പിക്കും. KPLC ജനറൽ സെക്രട്ടറി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങ് ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ സൈബർ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഗ്രീൻ ഹൗസ് ബൈത്തുറഹ്മ താക്കോൽ ദാനം ജൂലൈ 2-ന് കുമ്പള ഉളുവാറിൽ നടക്കും. അസീസ് ഉളുവാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. ജാഫർ സ്വാദിഖ് തങ്ങൾ കുമ്പോൾ ബൈത്തുറഹ്മ സമർപ്പണം നടത്തുന്ന ചടങ്ങിൽ KPLC ജനറൽ സെക്രട്ടറി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുസ്ലിം ലീഗ് പാർട്ടിയുടെ സൈബർ മേഖലയിലെ നന്മയുടെ ഇടപെടലുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രവാസി ലോകത്തുള്ള ഒരുപാട് പ്രതിഭകളെ കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സൈബർ കൂട്ടായ്മയാണ് ഗ്രീൻ ഹൗസ്. ആദ്യകാലങ്ങളിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ
മുസ്ലിം ലീഗിൻ്റെ മതേതര നിലപാടുകൾക്കും വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ചിന്താഗതിക്കെതിരെയൊക്കെ ശക്തമായ ക്യാമ്പയിനും ചർച്ചകളും ആ കൂട്ടായ്മയിൽ നടന്നിരുന്നു. ചടങ്ങിൽ വെച്ച് പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ AKM അഷ്റഫ്, യൂസുഫ് ഉളുവാർ, അസീസ് ഉളുവാർ, മുനീർ ബെരിക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. വെങ്കിട്ടരമണ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ മാസ്റ്റർ നിർവഹിച്ചു. കാസർഗോഡ് വെങ്കിട്ടരമണ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ച BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT ശ്രീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാലം മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയുടെ റിസോഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത്, നമ്മുടെ പാർട്ടിയുടെ വളർച്ച വെച്ച് നോക്കുന്ന സമയത്ത് ആ ഓഫീസ് നമ്മളുടെ പ്രവർത്തനത്തിന് പറ്റുന്നതല്ല എന്ന ഒരു സാഹചര്യം വന്ന സന്ദർഭത്തിലാണ് നമ്മളൊരു പുതിയ ഓഫീസിനെ കുറിച്ച് ആലോചിച്ചത്. അതിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധ്യക്ഷൻ ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിനിടയിലുള്ള ഒരു ഇടവേളയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. BJP ദേശീയ സമിതി അംഗം സഞ്ജീവ ഷെട്ടി, പ്രമീള സി നായിക്, രവീശ തന്ത്രി കുണ്ടാർ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, നഞ്ചിൽ കുഞ്ഞിരാമൻ, P രമേശ്, A വേലായുധൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ഹരീഷ് കുമാർ, KR സുനിൽ തുടങ്ങി സംഘ വിവിധ ക്ഷേത്ര നേതാക്കൾ സംബന്ധിച്ചു. നീലേശ്വരം നഗരസഭാ കാര്യാലയത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നഗരസഭ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. നീലേശ്വരം നഗരസഭാ പരിധിയിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പിലാക്കുക, ചിറപ്പുറത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കോൺഗ്രസ് നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മേൽപ്പാലം പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. E ഷജീർ, കുഞ്ഞികൃഷ്ണൻ, ശശി, K നളിനി, തങ്കമണി, ബീന, KK ബാലകൃഷ്ണൻ, KM തമ്പാൻ നായർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓരോ നഗരസഭയിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും അവിടെ അടിസ്ഥാന വികസനത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് സാധാരണക്കാരുടെ പ്രയാസങ്ങളിൽ ഒന്നാമത്തെ പ്രയാസത്തിന് പരിഹാരം കാണേണ്ട സർക്കാർ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി. P രാമചന്ദ്രൻ അധ്യക്ഷനായി. നേതാക്കളായ മാമുനി വിജയൻ, KV സുധാകരൻ, രാധാകൃഷ്ണൻ നായർ, രമേശൻ കരുവാച്ചേരി, ഇർവാട്ട് മോഹനൻ, C വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. പിലിക്കോട് ഏച്ചിക്കോവൽ സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം ജീവിതശൈലി രോഗനിർണയ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏച്ചിക്കോവൽ ഗ്രാമീണ വായനശാല കേന്ദ്രീകരിച്ചായിരുന്നു ക്യാമ്പ്. ജില്ലാ ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കിന്റെയും ഓലാട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് ഏച്ചിക്കോവൽ സൗഹൃദ ജീവിതശൈലി രോഗനിർണയ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഏച്ചിക്കോവൽ ഗ്രാമീണ വായനശാലയിൽ ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന അസംഖ്യം ജനങ്ങളുടെയും ദുരിതങ്ങളാണ് വാർത്തകൾ വരുന്നത്. ഒട്ടനവധി പേർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പകർച്ചവ്യാധി എന്നാണ് നമ്മൾ പറയുക. അതേ സമയത്ത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെ കൂടുതൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പേര് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ സജീവമായിട്ട് അത്രയൊന്നും കാലമായിട്ടുണ്ടാവില്ല. മുൻപൊക്കെ ആളുകളുടെ ജീവന് ഭീഷണിയായിരുന്നത് പകർച്ചവ്യാധികൾ കൊണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരം രോഗങ്ങളെ വൈദ്യശാസ്ത്രപരമായി വിശേഷിപ്പിക്കുക ദരിദ്ര രോഗങ്ങളെന്നാണ്. പഞ്ചായത്ത് അംഗം TT ഗീത അധ്യക്ഷയായിരുന്നു. M കമലാക്ഷൻ, TT ബാലചന്ദ്രൻ, PV പ്രസന്ന, UK സനീഷ്, വിജയൻ മൂത്തല എന്നിവർ സംസാരിച്ചു. MG ശശിധരൻ സ്വാഗതവും P സത്യൻ നന്ദിയും പറഞ്ഞു. കയ്യൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ മിഥുൻ രോഗികളെ പരിശോധിച്ചു. കോട്ടപ്പാറ ഫാമേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാഹന വായ്പാ പദ്ധതിയുടെയും പുതുതായി സ്ഥാപിച്ച ലോക്കർ, കൗണ്ടർ എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. കോട്ടപ്പാറ ഫാർമേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാഹന വായ്പാ പദ്ധതിയുടെയും പുതുതായി സ്ഥാപിച്ച ലോക്കറിന്റെയും കൗണ്ടറിന്റെയും ഉദ്ഘാടനം നടന്നു. ഹോസ്ദുർഗ് സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ തോമസ് VT ഉദ്ഘാടനം നിർവഹിച്ചു.
ശങ്കരൻ വാഴക്കോട് അധ്യക്ഷനായി. മടിക്കൈ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ബിജി ബാബു, ഗിരിജ പി, ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ എ സന്തോഷ് കുമാർ വാഹനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ചു. ജില്ലയിലെ കുടിവെള്ളക്ഷാമം കാര്യക്ഷമമായി പരിഹരിക്കുന്നതിന് ജില്ലയിൽ പുതുതായി രൂപം കൊണ്ട മഞ്ചേശ്വരം, വെള്ളരിക്കുണ്ട് താലൂക്കുകളിൽ ജല അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC ജില്ലാ സമ്മേളനം നടന്നു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ വെച്ചായിരുന്നു നടന്നത്. ജില്ലയിലെ കുടിവെള്ളക്ഷാമം കാര്യക്ഷമമായി പരിഹരിക്കുന്നതിന് ജില്ലയിൽ പുതുതായി രൂപം കൊണ്ട മഞ്ചേശ്വരം, വെള്ളരിക്കുണ്ട് താലൂക്കുകളിൽ ജല അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസുകൾ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്, നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ അതിനോടനുബന്ധമായി 6 ഗ്രാമപഞ്ചായത്തുകളിലും സമ്പൂർണ്ണ കുടിവെള്ള വിതരണത്തിനായി രൂപം കൊടുത്ത നീലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ടെൻഡർ നടപടികൾ എത്രയും വേഗത്തിൽ ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ സംഘടന ഏറ്റെടുത്ത് നടത്തിയ മനുഷ്യത്വപരമായ സമീപനം, ഈ സംഘടനയുടെ ഓരോ പ്രവർത്തകന്റെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തി അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സംഘടന മുമ്പോട്ട് പോയ കാര്യങ്ങൾ, 12ഓളം അംഗങ്ങളെ ഈ സംഘടനയിൽ പുതുതായി അംഗത്വപ്പെടുത്തുവാൻ വേണ്ടി സാധിച്ചതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിനകത്ത് ആത്മവിമർശനം എന്നതിന്റെ പേരിൽ 4ഓളം പേർ ഈ സംഘടന വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിനകത്ത് പ്രതിപാദിക്കുന്നു. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ സംഘടനാ പ്രവർത്തന രംഗത്ത് സംഘടനാ വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ജോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. INTUC ജില്ലാ സെക്രട്ടറി PV കുഞ്ഞിരാമൻ, DCC ജനറൽ സെക്രട്ടറി M അസിനാൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ, എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മഹേഷ് കരിമ്പിൽ, PK വിനോദ് കുമാർ, KV വേണുഗോപാലൻ, KP താരേഷ് കുമാർ, ആന്റണി ആൽബർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യനെ പ്രസിഡന്റായും, വിനോദ് കുമാർ അരമനയെ വർക്കിംഗ് പ്രസിഡന്റായും, KV വേണുഗോപാലിനെ സെക്രട്ടറിയായും, V പത്മനാഭനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യമെങ്ങും GST എന്ന ഒറ്റ നികുതി ഘടന ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അവശ്യ സാധനങ്ങൾക്ക് വില കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. മുസോഡിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു. തീരദേശവാസി ബിഫാത്തിമയുടെ വീട് പൂർണ്ണമായും തകർന്നു. കുടുംബത്തിന് താൽക്കാലിക ആശ്വാസമായി മുസോഡി സ്കൂൾ. വികസന പാതയിലുള്ള കാസർഗോട്ട് രാജധാനി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ നിവേദനം. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനുമാണ് മന്ത്രി E ചന്ദ്രശേഖരൻ നിവേദനം നൽകിയത്. ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 21ാമത് സ്കോളർഷിപ്പ് വിതരണവും വാർഷികവും സംഘടിപ്പിച്ചു. കാസർഗോഡ് നടന്ന പരിപാടി ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെ CITU സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കുമെന്ന് കാസർഗോഡ് ഏരിയ കൺവെൻഷൻ. പുതിയ ബസ് സ്റ്റാൻഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന കൺവെൻഷനിലാണ് തീരുമാനം. ജനപക്ഷ ജലവിതരണ പരിപാടിയുമായി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ. M ദാസൻ ദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു പരിപാടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.